പിന്നെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഇത് വിട്ടിപ്പം വിഷുവിന് ഇറങ്ങിയ 4 പടത്തിനെ കുറിച്ച് ഒരു ടോട്ടലി എല്ലാത്തിൻ്റെയും കൂടെ ഒരു കൺക്ലൂഷൻ കൂട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പം ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് വിഷുവിന് 4 ചിത്രമാണ് റിലീസായത്. ഇപ്പം ആലപ്പുഴ ജിങ്കാന, മരണമാസ്, ബസൂക്ക, പിന്നെ ഗുഡ് ബാഡ് അഗ്ലി. 4 ചിത്രങ്ങളും ഞാൻ കണ്ടായിരുന്നു. 4 ചിത്രങ്ങളും കണ്ട ഇതിനകത്ത് വെച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു ഫസ്റ്റ് പൊസിഷൻ എനിക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുന്നത് ആലപ്പുഴ ജിങ്കാനയ്ക്കായിരിക്കും. കാരണം കൂട്ടത്തിൽ ഭേദം ആലപ്പുഴ ജിങ്കാനയാണ്. എൻ്റെ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ ബസൂക്കയ്ക്ക് വരണ്ടായിരുന്നു. പക്ഷെ ബസൂക്ക പറഞ്ഞില്ല, ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കൊണ്ട് ഒരുമാതിരി കുളമാക്കിയത് കൊണ്ടാണ് ആലപ്പുഴ ജിങ്കാന എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാട് എനിക്ക് ഇറങ്ങിയതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ഈ 3 ചിത്രങ്ങളും പറയുകയാണെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന്, കുട്ടികളൊക്കെ എല്ലാവർക്കുമായിട്ട് മരണമാസിനും ബസൂക്കയ്ക്കും പോവാം. അല്ലാതെ യൂത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനാണെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലിക്കും പോവാം. അങ്ങനത്തെ ഒരു രീതിയാണ്. അല്ലാതെ 2, 3, 4 എനിക്ക് ബാക്കി 3 പടവും എനിക്ക് ആവറേജ് അനുഭവമാണ് തന്നിട്ടുള്ളത്. ഇപ്പം ബസൂക്കയാണെങ്കിലും മരണമാസം, ഇപ്പം ഇതിൻ്റെ എല്ലാം ബസൂക്കയും മരണമാസം പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. മരണമാസത്തിനകത്തൊക്കെ ഫസ്റ്റ് ഹാഫിലെ കോമഡിയൊക്കെ നൈസായിരുന്നു, കുഴപ്പമില്ലാത്ത നല്ല കോമഡി, സിറ്റുവേഷൻ കോമഡി, നമുക്ക് എല്ലാവർക്കും വർക്കായതായിരുന്നു. തിയേറ്ററിൽ ഇരുന്നവർക്ക് എല്ലാവർക്കും വർക്കുണ്ട്. മരണമാസത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ പറയില്ല, കുറേ ഒരു കൺഫ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കഥ ഇങ്ങോട്ട് നീട്ടി വലിച്ചുകൊണ്ട് പോയി ഒരു കുളമാക്കിയിരുന്നു. ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു എൻഡ് ചെയ്ത രീതിയിലുള്ളതിൽ. ബസൂക്കയുടെ കാര്യം പറയുകയാണെങ്കിലും നല്ലൊരു തീം, നല്ലൊരു ഗെയിം ത്രില്ലറിൻ്റെ ഒരു തീം, നല്ലൊരു എഴുത്ത്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു രീതിയിലാണ് ബസൂക്കയും പാളിപ്പോയത്. അത് സെക്കൻഡ് ഹാഫ് അവസാന 30 മിനിറ്റ് പിടിക്കാന്ന് വെച്ചായിരിക്കും. ലാസ്റ്റ് 30 മിനിറ്റ് ആ ഒരു ട്വിസ്റ്റ് വെച്ച് ബാക്കി ഫുള്ള് പിടിക്കാന്ന് വെച്ചാൽ ആ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂർ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്ന, പക്ഷേ അവിടെയാണ് എനിക്കാണ് ഏറ്റവും മോശം തോന്നിയത്. ആ അവസാനത്തെ 30 മിനിറ്റാണ് പുള്ളിയെ വെച്ച് കാണിച്ചത്, അങ്ങോട്ട് വർക്കായിട്ടില്ല. ആ ഒരു ഇതിനോടാണ് ബസൂക്കയും. അല്ലെങ്കിൽ ബസൂക്ക എന്ന് പറഞ്ഞാൽ ഒരു നല്ല രീതി എടുത്താണെങ്കിൽ ഇപ്പം ഇതിൽ ടോപ്പ് ലിസ്റ്റിൽ 1 തന്നെ പറയേണ്ട പടമാണ്. എൻ്റെ ഇതിൽ 1ാം സ്ഥാനം തന്നെ. ആ സെക്കൻഡ് ഹാഫും കൂടെ ഓക്കെ ആക്കുമായിരുന്നെങ്കിൽ ബസൂക്കയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഞാൻ ചോയ്സ് കൊടുക്കുന്നത്. പിന്നെ പിന്നെ ഗുഡ് ബാഡ് അഗ്ലി, അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ അജിത് ഫാൻസിന് ഒരു തവണയല്ല 2-3 തവണ അവർക്ക് കണ്ടുകൊണ്ടിരിക്കാം. നോർമൽ ഫാൻസിന് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് അജിത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക്, അജിത്തിൻ്റെ ഒരു 1 മാൻ ഷോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് പോകാം. കാരണം ഒട്ടും നിരാശപ്പെടുത്തില്ല. പുള്ളിയുടെ ഒരു മാരക പെർഫോമൻസ്, ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം ഫുള്ള് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു കഥ ലോജിക്കൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ ആ പരിസരത്തോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളിപ്പം വിഷുവാണ്. വിഷുവിനിപ്പോൾ എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ സിനിമയ്ക്കൊക്കെ പോകേണ്ട സമയമാണ്. എല്ലാവരും ഇപ്പം ഏതാണെന്ന് വെച്ചാൽ സിനിമയ്ക്കൊക്കെ പോവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.